നമുക്കിന്നൊരു ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കാം. അതിനൊരു പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കുക. ക്യാരറ്റ് നന്നായിട്ട് വേവണം. ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാരയും അതിലേക്കൊരു 4 ഏലക്കായും കൂടെ പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് പാലിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവണം. ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൽപ്പൊടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഹലുവ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു ഹലുവ ഇട്ടിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹലുവ. അപ്പോൾ നല്ല സിമ്പിളുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.